ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Nethyasmagic. എല്ലാവർക്കും Nethyasmagicലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളുടെ റവ കേസരിയാണ് സംഭവം. അതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഉണ്ടല്ലോ കേസരിയിൽ ചേർക്കാനുള്ള, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം അണ്ടിപ്പരിപ്പ് ഒന്ന് നിറമാറി വരുമ്പോഴേക്കും നമുക്ക് കിസ്മിസ് ആഡ് ചെയ്യാം. അല്ലാതെ ആദ്യം തന്നെ രണ്ടും ഒരുമിച്ച് ചേർത്താൽ നമ്മൾ കിസ്മിസ് കരിഞ്ഞു പോകും. ഈ അണ്ടിപ്പരിപ്പ് നിറമാറി വരുമ്പോഴേക്കും ഇപ്പോൾ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് നിറമാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കിസ്മിസ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് നമുക്കിനി റവ ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് റവയാണ് കേട്ടോ എടുക്കുന്നത്. ഈ കപ്പിന് 1/2 കപ്പ് റവയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ റവ നമുക്ക് നന്നായി ഈ നെയ്യിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. തീ ഒരുപാട് അധികം ആവരുത്, കാരണം റവ അടുക്കി പിടിച്ച് പോവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ റവ ഇപ്പോൾ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് ആ നെയ്യിലിട്ട് ആ റവ റോസ്റ്റായതിൻ്റെ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇതിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തു. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ബാക്കി 1 കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കട്ട തട്ടാതെ നോക്കണം കേട്ടോ, നന്നായി ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ബാക്കി 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റി വരണം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റവ കേസരിയിൽ നമ്മൾ എത്രത്തോളം നെയ്യ് ആഡ് ചെയ്യുന്നോ അത്രത്തോളം അതിന് ടേസ്റ്റ് കിട്ടും. അപ്പോൾ 1 സ്പൂൺ നെയ്യും കൂടി ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. 1/2 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഈ പഞ്ചസാര നലിഞ്ഞ് വരുമ്പോൾ ഇതൊന്നുകൂടി ലൂസായിട്ട് വരും, കണ്ടോ, ഈ ഒരു ഫോമിൽ വരും. ഇതൊന്നും കൂടി നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിച്ച് പോകും. ഇനി ഇതിലേക്ക് ഏലക്കായയാണ് ചേർക്കുന്നത്. ഞാനിവിടെ 3 ഏലക്കായയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ എനിക്ക് ഏലക്കായുടെ ഫ്ലേവർ അത്രയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനിവിടെ 3 ഏലക്കായ ജസ്റ്റ് തൊലി കളഞ്ഞ് ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏലക്കായ പൊടിച്ചതുണ്ടല്ലോ, അത് 1 സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അതപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇത് ഞാനിവിടെ ഒരു ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം 3 ഏലക്കായ ചേർക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പാൽ ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ പാല് ചേർക്കുമ്പോൾ നമ്മളുടെ കേസരിക്ക് നല്ലൊരു സ്വാദ് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ പാലില്ലാതൊന്നുകൊണ്ട് ഞാനിവിടെ പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്തത്. 2 സ്പൂൺ പാൽപ്പൊടി 1/4 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് ചേർത്തത്. പിന്നെ അതിൽ ഞാൻ 1 നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളുടെ കേസരിക്ക് ഒരു കളർ കിട്ടാനായി. അതാണ് ഈ യെല്ലോ കളറിലിരിക്കുന്നത്. അപ്പോൾ പാൽ ഓപ്ഷണലാണ് കേട്ടോ, ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ചുകൂടി നെയ്യ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റേജിൽ നെയ്യ് ആഡ് ചെയ്യുന്നതും ഓപ്ഷണലാണ് കേട്ടോ, അതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് കുറുകി വരണം. ഈ വെള്ളമൊക്കെ നന്നായി വറ്റി നല്ല ഡ്രൈ ആയി വരണം. പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു ഫോമിൽ നമുക്ക് ആക്കിയെടുക്കണം. അപ്പോൾ നല്ല ഡ്രൈ ആയാൽ മാത്രമേ നമ്മളുടെ കേസരി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കില്ലേ, എന്നിട്ട് പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ നല്ല ഡ്രൈ ആയി വന്നാലേ നമുക്കങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്പൂണിലൊക്കെ കോരി കഴിക്കുന്ന ഒരു പരുവമില്ലേ, ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നല്ല ഡ്രൈ ആയി വരുന്നവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് ഇപ്പം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്, കണ്ടോ, പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനൊരു ഫോം ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുള്ള പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഞാനിവിടെ ഒരു കേക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഞാനത് നെയ്യ് കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കേസരി നമുക്ക് അതിലേക്ക് മാറ്റാം. അപ്പോൾ നെയ്യ് കൊണ്ട് ഗ്രീസ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് സെറ്റായി കഴിയുമ്പോൾ അതിൻ്റെ ഇളകി വരാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്രീസ് ചെയ്തത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലൊരു സ്പൂൺ യൂസ് ചെയ്ത് നമുക്ക് ലെവൽ ചെയ്യാം കേട്ടോ. ഞാൻ ഈ സ്പൂണിൽ ജസ്റ്റ് ഒന്ന് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ നമ്മളുടെ കേസരി ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് സ്പൂണിൽ. ഇതുപോലെ നമുക്ക് ലെവൽ ചെയ്തെടുക്കണം.
നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കാഷ്നട്ടും കിസ്മിസും ഉണ്ടല്ലോ, അതൊന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ഷേപ്പിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുക്കാം കേട്ടോ. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ എടുക്കാമുള്ളൂ. കേസരി ഇപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണ് കേസരി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.